നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ജീവനക്കാരന് രോഗിയുടെ ആക്രമണം. നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷിന് ആക്രമണത്തിൽ പരിക്കേറ്റു. സംഭവത്തിൽ NGO യൂണിയന്റെ പ്രതിഷേധം. വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 പേർ മരിച്ചു. കൊട്ടിയത്ത് നിർത്തിയിട്ട ടാങ്കർ ലോറിയിലേക്ക് കാറിടിച്ചു കയറി 2 മരണം. മാവേലിക്കര ചാരുമൂട്ടിൽ പിക്കപ്പ് വാൻ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്രമിക്കാൻ ഔദ്യോഗിക സംവിധാനങ്ങളെ പ്രധാനമന്ത്രി ഉപയോഗിക്കുകയാണെന്ന് NK പ്രേമചന്ദ്രൻ MP. രാജ്യത്ത് നിലവിലുള്ള ചട്ടങ്ങളും നിയമങ്ങളും കീഴ്വഴക്കങ്ങളും കേന്ദ്ര സർക്കാർ ലംഘിക്കുന്നു. അധികാരം എന്നും നിലനിർത്താനുള്ള BJPയുടെ നീക്കത്തെയാണ് പ്രതിപക്ഷം പരാജയപ്പെടുത്തിയതെന്നും പ്രേമചന്ദ്രൻ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. ഫാർമസിക്ക് സമീപത്തു നിന്നുമാണ് ചെടി കണ്ടെത്തിയത്. ആശുപത്രി പരിസരത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എക്സൈസ് പരിശോധിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ജീവനക്കാരന് നേരെ രോഗിയുടെ ആക്രമണം. നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷിന് അക്രമത്തിൽ പരിക്കേറ്റു. സംഭവത്തിൽ NGO യൂണിയൻ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ICUവിലായിരുന്നു സംഭവം. ശ്വാസമുട്ടലിന് ചികിത്സ തേടിയെത്തിയ വയോധികനാണ് ആക്രമണം നടത്തിയത്. ICUവിലുണ്ടായിരുന്ന കമ്പി കൊണ്ടാണ് ആക്രമിച്ചത്. നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷിന്റെ തലയ്ക്ക് പിന്നിൽ പൊട്ടലുണ്ട്. കഴുത്തിനും പരിക്കേറ്റു. സുരേഷിനെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആക്രമണം നടത്തിയ വയോധികന് മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്നാണ് ജീവനക്കാർ പറയുന്നത്. ജീവനക്കാരനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് NGO യൂണിയൻ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി VR അജു ഉദ്ഘാടനം ചെയ്തു. സംരക്ഷണാർത്ഥം നമ്മുടെ ആരോഗ്യ സ്ഥാപനത്തിന്റെ സംരക്ഷണം നേടുന്ന ഒരു രോഗി അകാരണമായി മർദ്ദിക്കുന്ന സാഹചര്യവും മർദ്ദനശേഷം അടിയന്തരമായി നമ്മുടെ ജീവനക്കാരൻ പ്രാണരക്ഷാർത്ഥം അദ്ദേഹത്തെ നമ്മുടെ ജീവനക്കാർ തന്നെ ചേർന്നുകൊണ്ട് ജില്ലയുടെ അഭിമാനമായ NS ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന അത്യാസന്നമായ സാഹചര്യമാണ് സംസ്ഥാനമെമ്പാടും വാർത്തയായി പരക്കുന്നത്. കേരളത്തിലെ സിവിൽ സർവീസിനെ സംബന്ധിച്ച്, ജീവനക്കാരെ സംബന്ധിച്ച് ജീവൻ വളയം വെച്ചാണ് രാജ്യത്തിന് അഭിമാനമായ ആരോഗ്യ പ്രവർത്തകർ ഈ നാടിനെ സംരക്ഷിക്കുന്നത് കരുത്തായി മുന്നോട്ട് പോകുന്നു. ഒരുപക്ഷെ ഒരു നിമിഷം കൊണ്ട് ഓക്കി കാലത്തെ, പ്രളയകാലത്തെ, കോവിഡ് കാലത്തെ മറക്കാൻ ഒരാളെങ്കിലും തീരുമാനിച്ചാൽ പ്രിയമുള്ളവരെ, നാട് പൊറുക്കുന്ന സംവിധാനമല്ല ആ ഓർമ്മയെന്ന് നമ്മളുടെ കൂട്ടായി പറഞ്ഞു വെക്കുക. ജില്ലാ ജോയിന്റ് സെക്രട്ടറി S ദീപ, ജില്ലാ വൈസ് പ്രസിഡന്റ് S ഷാഹിർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം G സജികുമാർ, ഡോക്ടർ ശ്യാം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. LDF തീരദേശ മേഖലാ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. ഭരതർ ക്രിസ്ത്യൻ വിഭാഗത്തിന് ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഭരതർ ക്രിസ്ത്യൻ വിഭാഗത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് LDF തീരദേശ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കിർത്താഡ്സ് 2016 കൊല്ലം മുന്നാക്കര കേന്ദ്രീകരിച്ച് നടത്തിയ അശാസ്ത്രീയമായ അന്വേഷണത്തെ തുടർന്നാണ് ഭരതർ ക്രിസ്ത്യൻ വിഭാഗം കൊല്ലത്തില്ലെന്നും ഇവർക്ക് ജാതി സർട്ടിഫിക്കറ്റിന് അർഹതയില്ലെന്നും റിപ്പോർട്ട് നൽകിയത്. കണ്ണൂർ, ആലപ്പുഴ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഇതേ വിഭാഗത്തിന് എല്ലാ ആനുകൂല്യങ്ങളും സർട്ടിഫിക്കറ്റുകളും ലഭിക്കുമ്പോൾ കൊല്ലം മൂതാക്കരയിലുള്ളവർക്ക് മാത്രം ഇത് നിഷേധിക്കപ്പെടുന്നത് ഗുരുതര വിവേചനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് LDF തീരദേശ മേഖലാ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത്. വിഷയത്തിൽ സർക്കാർ അനുകൂലമായി ഉത്തരവിട്ടിട്ടും താലൂക്ക്, വില്ലേജ് തലങ്ങളിൽ ചില ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പ്രേരിതമായി സർട്ടിഫിക്കറ്റ് നൽകാൻ മടിയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം S ജയമോഹൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും, പട്ടണത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്കും, ഒരു തൊഴിലും ഇല്ലാത്തവർക്കുമൊക്കെ രാഷ്ട്രീയമുള്ള ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? അത് രാഷ്ട്രത്തിന് വേണ്ടിയാണ്, രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം എന്നത് സാധാരണക്കാരും പാവപ്പെട്ട ആളുകൾക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താൻ വേണ്ടിയാണ് രാഷ്ട്രീയം. ഇവിടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? രാഷ്ട്രീയം കളിക്കുകയാണ്. പാവപ്പെട്ടവന് ഇത് കിട്ടാതിരിക്കാൻ വേണ്ടി കളിക്കുന്നതിന്റെ പേര് രാഷ്ട്രീയം എന്നാണോ? അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ ഉദ്യോഗസ്ഥ സമൂഹത്തിന് തന്നെ കളങ്കം വരുത്തുന്ന ആളുകളല്ലേ?
മുഖ്യമന്ത്രി അധികാരമേറ്റപ്പോൾ തന്നെ പറഞ്ഞ എന്താ, ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പറഞ്ഞ എന്താ, എല്ലാ ജീവനക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഓരോ ഫയലുകളും നിങ്ങൾ നോക്കുമ്പോൾ ഓരോ സാധാരണ മനുഷ്യന്റെ ജീവിതമാണ് എന്ന് കണ്ട് അവരെ നടത്തി വലയ്ക്കാതെ അവർക്ക് അടിയന്തര പ്രാധാന്യം നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിൽ ഇരുന്നത് കൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞിട്ട് ഇതൊക്കെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രതികൂലമായി വന്ന റിപ്പോർട്ടിനെ അവഗണിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അന്തിമ ഉത്തരവ് എന്തുവാകട്ടെ ഇപ്പൊ മുൻകാലങ്ങളിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന നിർദ്ദേശം നൽകാൻ കരുത്തുറ്റ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് നടന്നത് എന്നുള്ളത് അത് ആളുകൾ മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യമാണെന്നുള്ളത്. ഇന്നിങ്ങനൊരു സൂചന കൊണ്ട് ഇത് അവസാനിപ്പിക്കുകയല്ല. ബാബുകുമാർ, എച്ച് ബൈസിലാൽ, AM ഇക്ബാൽ, ബിജു, AK സവാദ, സത്താർ, മുസ്തഫ സുധീർ, ഇക്ബാൽ കുട്ടി, ദിലീപ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നുമായിരുന്നു പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊട്ടിയത്തുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. പരവൂർ കലയ്ക്കോട് സ്വദേശികളായ ചാൾസ്, സാൻജോസി ലൂയിസ് എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാർ ദേശീയപാതയുടെ ഭാഗമായ ഉയരപ്പാതയിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഉമയനെല്ലൂർ മുസ്ലിം ജമാഅത്ത് പള്ളിക്ക് സമീപമായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട കാർ ദേശീയപാതയുടെ ഭാഗമായ ഉയരപ്പാതയിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിയിലേക്ക് ഇടിച്ചു കയറിയാണ് കാർ യാത്രികരായ യുവാക്കൾ തൽക്ഷണം മരിച്ചത്. പരവൂർ കലയ്ക്കോട് പാലവിളത്തെക്കതിൽ ഷാജി സാമുവൽ, ജാസ്മിൻ ദമ്പതികളുടെ മകൻ ചാൾസ്, കലയ്ക്കോട് തൊടിയിൽ വീട്ടിൽ സെട്രിക്, എലിസബത്ത് ദമ്പതികളുടെ മകൻ സാൻജോസി ലൂയിസ് എന്നിവരാണ് മരിച്ചത്. ബീഹാർ സ്വദേശിയായ ലോറി ഡ്രൈവർ ചന്ദേശ്വർ പ്രസാദിന് അപകടത്തിൽ പരിക്കേറ്റു. ഇദ്ദേഹത്തെ മേവറത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഉമയനെല്ലൂർ മുസ്ലിം ജമാഅത്തെ പള്ളിക്ക് സമീപമായിരുന്നു അപകടം. കൊട്ടിയം ഭാഗത്തു നിന്നെത്തിയ കാർ സർവീസ് റോഡിൽ നിന്ന് ഉയരപ്പാതയിലേക്ക് കടന്ന ശേഷം 100 മീറ്റർ എത്തും മുമ്പ് അപകടം സംഭവിച്ചു. നിർമ്മാണം പൂർത്തിയായ ഉയരപ്പാതയിൽ കരാർ കമ്പനിയുടെ ടാങ്കർ ലോറി നിർത്തിയിട്ട് ഡ്രൈവർ ലോറിയുടെ മുൻഭാഗത്തെ ഗ്ലാസ് വൃത്തിയാക്കുകയായിരുന്നു. ഇതിനിടെയാണ് നിയന്ത്രണം വിട്ടെത്തിയ കാർ ലോറിക്ക് മുന്നിലേക്ക് ഇടിച്ചു കയറിയത്. കാർ പൂർണ്ണമായും തകർന്നു. ഓടിക്കൂടിയ നാട്ടുകാർ ഏറെ പണിപ്പെട്ടാണ് കാർ വെട്ടിപ്പൊളിച്ച് ഇരുവരെയും പുറത്തെടുത്തത്. ഉടൻ സമീപത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരും മരിച്ചു. സംഭവം അറിഞ്ഞ് കൊല്ലം കടപ്പാക്കടയിൽ നിന്ന് അഗ്നിരക്ഷാസേനയും കൊട്ടിയം പോലീസും സ്ഥലത്തെത്തിയാണ് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത്. റോഡ് നിർമ്മാണത്തിനായി കരാറെടുത്ത ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിയുടേതാണ് ടാങ്കർ ലോറി. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. പിക്കപ്പ് വാനിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. താമരക്കുളം പച്ചക്കാട് സ്വദേശി ഹരിനാരായണനാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി കണ്ണനാകുഴിയിലായിരുന്നു അപകടം. സ്കൂട്ടറിൽ പെട്രോൾ തീർന്നോ എന്ന് നോക്കുന്നതിനിടെ വേഗത്തിൽ വന്ന പിക്കപ്പ് വാൻ മൂവരെയും ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. താമരക്കുളം പച്ചക്കാട് വിദ്യാഭവനിൽ രാധാകൃഷ്ണന്റെ മകൻ ഹരിനാരായണനാണ് അപകടത്തിൽ മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 2 പേരെ കറ്റാനത്തും തിരുവല്ലയിലുമുള്ള സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം, ആർക്കും പരിക്കില്ല. പുനലൂർ ഐക്കരക്കോണം LP സ്കൂളിന് മുന്നിലാണ് കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞത്. 3 പേരാണ് കാറിലുണ്ടായിരുന്നത്. പുനലൂർ ഐക്കരക്കോണം LP സ്കൂളിന് മുന്നിലാണ് നിയന്ത്രണം വിട്ട കാർ താഴ്ചയിലേക്ക് മറിഞ്ഞത്. തുമ്പശ്ശേരി വീടിന് മുന്നിലേക്കാണ് വാഹനം താഴേക്ക് പതിച്ചത്. അപകട സമയത്ത് വാഹനത്തിലുണ്ടായിരുന്ന 3 യാത്രികരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഐക്കരക്കോണം സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. നാട്ടുകാരും പ്രദേശവാസികളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. പുനലൂർ എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. സംഭവത്തെ തുടർന്ന് ആശുപത്രി പരിസരത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ച് വരികയാണ്. പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ പരിസരത്തു നിന്നുമാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ആശുപത്രിയിലെ ഫാർമസിക്ക് സമീപമായിരുന്നു കഞ്ചാവ് ചെടി വളർന്നത്. എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ആൾത്തിരക്കുള്ള ആശുപത്രി പരിസരത്ത് കഞ്ചാവ് ചെടി ഇത്രയും കാലം വളർന്നു നിന്നത് സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തുന്നത്. പുനലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീരാജിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സംഭവത്തിൽ വിശദമായ പരിശോധന നടത്തിവരികയാണെന്ന് CI പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ആശുപത്രി പരിസരത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എക്സൈസ് പരിശോധിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തൊടിയൂർ അരമത്തുമടം വാർഡിൽ കുടിവെള്ളക്ഷാമം. കടുത്ത വേനലിൽ കിണറുകൾ വറ്റുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൽ വെള്ളവും ലഭിക്കുന്നില്ല.
മണപ്പള്ളി അഴകിയകാവിലെ കുഴൽക്കിണർ തകരാറിലായിട്ട് നാളുകളായി. കടുത്ത വേനലിൽ തൊടിയൂർ അരമത്തുമടം പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയാണ്. ഒട്ടുമിക്ക വീടുകളിലും കിണറുകൾ വറ്റിവരണ്ടു. വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം മാത്രമായിരുന്നു ഇവിടുത്തുകാർക്ക് ആശ്രയം. എന്നാൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലും നിലവിൽ വെള്ളമില്ലാത്ത സ്ഥിതിയാണ്. അരമത്തുമടം വാർഡിന്റെ വടക്കു ഭാഗങ്ങളിൽ മണപ്പള്ളി അഴകിയകാവ് കുഴൽക്കിണറിൽ നിന്നാണ് വെള്ളം നൽകിയിരുന്നത്. ഈ കുഴൽക്കിണർ തകരാറിലായിട്ട് മാസങ്ങളായി. പാവുമ്പ പാലമൂട്ടിലെ കുഴൽക്കിണറിൽ നിന്ന് വെള്ളം തിരിച്ചുവിട്ടാണ് വെള്ളം എത്തിക്കുന്നത്. എന്നാൽ അപൂർവമായാണ് ഇവിടെ നിന്നും വെള്ളം ലഭിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. തൊടിയൂർ അരമത്തുമടം വാർഡിലെ കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് INTUC സംസ്ഥാന നിർവാഹക സമിതി അംഗം തൊടിയൂർ വിജയൻ ആവശ്യപ്പെട്ടു. പഞ്ചായത്തിൽ നിന്ന് ടാങ്കറിൽ വെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും ദിവസവും ലഭിക്കുന്നില്ല. പല ഭാഗങ്ങളും താഴ്ന്ന പ്രദേശങ്ങളായതിനാൽ കിണറുകളിൽ ഓരുവെള്ളമാണ് ലഭിക്കുന്നത്. കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ വിശിഷ്യ തൊടിയൂരിൻ്റെ വടക്കേയറ്റമായ അരമത്തുമടം വാർഡിൽ കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമാണ്. നമുക്കറിയാം, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സഹായത്തോടെ നടപ്പിലാക്കിയ ജൽജീവൻ പദ്ധതി എല്ലാ വീടുകളിലും കുടിവെള്ള കണക്ഷൻ ലഭിക്കുന്ന ഒരു പദ്ധതി. പക്ഷേ മിക്ക വീടുകളിലേക്കും പൈപ്പ് ലൈൻ സ്ഥാപിച്ച് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും ഈ കടുത്ത വേനൽക്കാലത്ത് കിട്ടാനില്ല. പൈപ്പ് തുറന്നാൽ ഗ്യാസ് അല്ലാതെ മറ്റൊന്നും വരുന്നില്ല. അപ്പോൾ ഈ അരമത്തുമടം ഭാഗത്താണെങ്കിൽ മണപ്പള്ളി അഴയകാവ്, തഴവ ഗ്രാമപഞ്ചായത്തിലെ മണപ്പള്ളി അഴയകാവിൽ പ്രവർത്തിക്കുന്ന കുഴൽക്കിണറുകളിൽ നിന്നാണ് വെള്ളം ലഭിച്ചുകൊണ്ടിരുന്നത് വടക്കൻ ഭാഗത്ത്, അരമത്തുമടം വാർഡിൻ്റെ വടക്കൻ ഭാഗത്ത്. പക്ഷേ ആ കുഴൽക്കിണർ തകരാറായിട്ട് മാസങ്ങളായി. ഇനി അത് പുനഃസ്ഥാപിക്കണമെങ്കിൽ പെരുമാറ്റച്ചട്ടം മാറി ഫണ്ട് അനുവദിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോൾ പാവുമ്പ പാലമുട്ടിലുള്ള കുഴൽക്കിണറിൽ നിന്നുമാണ് വല്ലപ്പോഴും ഇൻ്റർ കണക്ഷൻ നടത്തി അല്പമെങ്കിലും വെള്ളം ലഭിക്കുന്നത്. അത് ആഴ്ചയിൽ ഒരിക്കൽ വന്നാലായി, ഇല്ലെങ്കിലായി. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 24 വാർഡുകളിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. പുഴങ്ങോടി 17-ാം വാർഡിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം ഇതുപോലെ അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ പഞ്ചായത്തിൽ നിന്നും ടാങ്കറിൽ വെള്ളം സുലഭമായി എത്തിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ വെള്ളം കൊടുക്കുന്നുണ്ട്, പേരിന് വെള്ളം കൊടുക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരിക്കലോ 4-5 ദിവസം കൂടുമ്പോഴോ ഓരോ ലിറ്റർ വെള്ളമോ 2 ലിറ്റർ വെള്ളമാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും ആവശ്യത്തിന് കുടിക്കുവാൻ സുലഭമായി ജലം ലഭിക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ വലിയ പ്രശ്നം. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് അടിയന്തരമായി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ, ലോക്കൽ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ തൊടിയൂർ ഗ്രാമപഞ്ചായത്താണ് ഇനിഷ്യേറ്റീവ് എടുത്ത് നടപ്പിലാക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന് 164.43 കോടിയുടെ ബജറ്റ്. നിർധന കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാനായി 1 കോടി രൂപ നീക്കിവെച്ചു. 52 കരകളിലായി 52 വീടുകൾ നിർമ്മിച്ചു നൽകും. പരബ്രഹ്മ ആശുപത്രിയിൽ കാത്ത് ലാബ് ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളും ബജറ്റ് ലക്ഷ്യമിടുന്നു. 163,13,11,379 രൂപ വരവും 164,38,87,313 രൂപ ചെലവും 4,24,066 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി BS വിനോദ് അവതരിപ്പിച്ചത്. വീടില്ലാത്ത കുടുംബങ്ങൾക്ക് വീട് വെച്ചു നൽകുന്ന പദ്ധതിക്കായി 1 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചു. 52 കരകളിലായാണ് 52 വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ഹൈടെക് അഗതി മന്ദിരം, കൺവെൻഷൻ സെന്റർ, ശൗചാലയം, 8 കണ്ട നവീകരണം, ക്ഷേത്രക്കുളം നിർമ്മാണം എന്നിവയ്ക്ക് വേണ്ടിയും ബജറ്റിൽ തുക വകയിരുത്തി. ആശുപത്രിയിൽ കാത്ത് ലാബ്, ഡയാലിസിസിന്റെ 2ാം ബ്ലോക്ക്, ഓർത്തോ തിയേറ്റർ, ക്യാൻറ്റീൻ, ആധുനിക ലാബ് തുടങ്ങിയവയ്ക്ക് വേണ്ടിയും തുക വകയിരുത്തിയിട്ടുണ്ട്. പാരാമെഡിക്കൽ കോഴ്സ് ആരംഭിക്കാനും ബജറ്റിൽ തുക നീക്കിവെച്ചു. മനുഷ്യരാശി ആത്യന്തികമായ സമാധാനവും ആശ്വാസവും സന്തോഷവും കണ്ടെത്തുന്നത് വിശ്വാസത്തിലാണ്. മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നായ വിശ്വാസത്തെ മാറ്റി നിർത്താൻ ലോകത്തെ ഒരു ഗവേഷണത്തിനും കണ്ടെത്തലിനും ഇനിയും കഴിഞ്ഞിട്ടില്ല. ഏത് ആധുനിക കണ്ടെത്തലുകൾക്കും ഗവേഷണങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് ലോകത്തെവിടെയാണെങ്കിലും അവിടുത്തെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഭക്തിയോടെയും ആരാധനയോടെയുമാണ്. വിശ്വപ്രസിദ്ധരായ ശാസ്ത്രജ്ഞർക്ക് പോലും പ്രപഞ്ചശക്തിയെ നിരാകരിക്കാൻ സാധിക്കുന്നില്ല. ക്ഷേത്രങ്ങൾ കേവലം ആരാധനയുടെ ഇടം മാത്രമല്ല, മറിച്ച് മാനവികതയുടെ മഹോന്നത ഗർഭഗ്രഹങ്ങളാണ്. മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ദുഃഖങ്ങളും വേദനകളും ആവശ്യങ്ങളും ഒക്കെ പരിഗണിക്കേണ്ട ബാധ്യത ഒരു ക്ഷേത്ര സങ്കേതത്തിനുണ്ട്.
കാളകെട്ട് മഹോത്സവം തടസ്സപ്പെടുന്ന നിലയിൽ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ലെന്നും എലിവേറ്റഡ് ഹൈവേ ഓച്ചിറയിൽ അത്യന്താപേക്ഷിതമാണെന്നും ബജറ്റ് സമ്മേളനത്തിൽ സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. ഓച്ചിറ റെയിൽവേ സ്റ്റേഷനിൽ കോവിഡ് കാലത്ത് നിർത്തലാക്കിയ ഗുരുവായൂർ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുക, ഓച്ചിറയിൽ നിന്നും പമ്പയിലേക്ക് സ്ഥിരമായി KSRTC ബസ് സർവീസ് ആരംഭിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് രാജീവ് ആർ കടകംപള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി അഡ്വക്കേറ്റ് K ഗോപിനാഥൻ ഭദ്രദീപം തെളിച്ചു. വൈസ് പ്രസിഡന്റ് RD പത്മകുമാർ, ട്രഷറർ സാഗർ മക്കാടം, NDV, PK വിക്രമൻ, K പത്മകുമാർ, KR കുസുമൻ, ശിവപ്രസാദ് മണ്ണാശ്ശേരി, നന്ദകുമാർ C, K പ്രതാപൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്രമിക്കാൻ ഔദ്യോഗിക സംവിധാനങ്ങളെ പ്രധാനമന്ത്രി ഉപയോഗിക്കുകയാണെന്ന് NK പ്രേമചന്ദ്രൻ MP ആരോപിച്ചു. രാജ്യത്ത് നിലവിലുള്ള ചട്ടങ്ങളും നിയമങ്ങളും കീഴ്വഴക്കങ്ങളും കേന്ദ്ര സർക്കാർ ലംഘിക്കുന്നു. അധികാരം എന്നും നിലനിർത്താനുള്ള BJPയുടെ നീക്കത്തെയാണ് പ്രതിപക്ഷം പരാജയപ്പെടുത്തിയതെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ രാഷ്ട്രത്തോടുള്ള അഭിസംബോധന രാജ്യത്ത് നിലവിലുള്ള മുഴുവൻ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും നഗ്നമായ ലംഘനമാണ്. രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്രമിക്കാൻ ഔദ്യോഗിക സംവിധാനത്തെ, പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്യുക. പ്രതിപക്ഷം ജനാധിപത്യപരമായ അവകാശം വിനിയോഗിച്ചുകൊണ്ടാണ്, ഭരണഘടനാദത്തമായിട്ടുള്ള അവകാശം വിനിയോഗിച്ചുകൊണ്ടാണ് പാർലമെന്റിൽ ഒരു ബില്ലിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ബില്ല് പരാജയപ്പെട്ടത്. ആ ബില്ലിന്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ ഈ അവസരത്തിൽ കടന്നു പോകുന്നില്ല. സ്ത്രീ സംവരണ നിയമത്തെ അല്ല പ്രതിപക്ഷം എതിർത്ത് പരാജയപ്പെടുത്തിയത്, മറിച്ച് മണ്ഡലം പുനർനിർണയം നടത്തി നിലവിലുള്ള 543 സീറ്റ് 880 സീറ്റാക്കി വർദ്ധിപ്പിച്ച് മണ്ഡലം പുനർനിർണയം നടത്തി അധികാരം പിടിച്ചെടുത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള BJPയുടെ തന്ത്രപരമായ നീക്കത്തെയാണ് സത്യത്തിൽ പ്രതിപക്ഷം കെട്ടുറപ്പോടെ ഐക്യത്തോടുകൂടി പ്രതിരോധിച്ചത്, അതിജീവിച്ചത്. അതിനെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട്, ദൂരദർശൻ അടക്കമുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ അവർക്കെതിരായി ആക്ഷേപം ചൊരിയുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടി ഭരണ സംവിധാനത്തെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും ദുരുപയോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ അപമാനകരമായിട്ടുള്ള അവസ്ഥയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഏറ്റവും കൂടുതൽ തരം താഴ്ന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയത്. അതൊരിക്കലും ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിന് ഒരിക്കലും ഭൂഷണമല്ല. കാതികൻ V സാംബശിവൻ പുരസ്കാരം കരുവെള്ളൂർ മുരളിക്ക് 25,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കാതികൻ തൈക്കാട് ശശിക്ക് കാതികരത്ന പുരസ്കാരവും യുവകാതികൻ ശരൺ തമ്പിക്ക് കാതിക പ്രതിഭ പുരസ്കാരവും സമ്മാനിക്കും. സംവിധായകൻ AV തമ്പാന് സാംബശിവൻ സ്മാരക പ്രതിഭാ പുരസ്കാരവും സമ്മാനിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. V സാംബശിവൻ സാംസ്കാരിക സമിതിയും മേലൂട്ട് ശാരദാ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് പുരസ്കാര ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏപ്രിൽ 24-ന് വൈകിട്ട് 5:30-ന് നടക്കാവ് മാർക്കറ്റ് മൈതാനിയിൽ ചേരുന്ന അനുസ്മരണ സമ്മേളനം മാധ്യമപ്രവർത്തകൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ V സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിക്കും. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത അനുഗ്രഹ പ്രഭാഷണവും CPI നേതാവ് PS സുബാൽ MLA മുഖ്യ പ്രഭാഷണവും നടത്തും. ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ, S ബാജി സേനാധിപൻ, T അരവിന്ദൻ, CR സുരേഷ്, R ഷാജി ശർമ്മ എന്നിവർ പങ്കെടുക്കും. V സാംബശിവന്റെ 30ാം ചരമവാർഷിക ദിനമായ 23-ന് ചവറ സൗത്ത് മേലൂട്ട് തറവാട്ടുമുറ്റത്തുള്ള സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടക്കുമെന്ന് V സുബ്രഹ്മണ്യൻ, R ഷാജി ശർമ്മ, R സന്തോഷ്, ജോഹന്നാൻ എന്നിവർ അറിയിച്ചു. സാംബശിവൻ സാംസ്കാരിക സമിതിയും മേലൂട്ട് ശാരദാ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചടങ്ങാണ് 24-ാം തീയതി നടക്കാവ് മൈതാനത്തുള്ള മാർക്കറ്റ് മൈതാനത്ത് ചേർന്ന സമ്മേളനത്തിൽ കൊടുക്കുന്നത്. അവാർഡ് ദാനമാണ്. സാംബശിവൻ സാംസ്കാരിക സമിതിയുടെ സാംബശിവൻ ദേശീയ പുരസ്കാരം കരിവെള്ളൂർ മുരളിക്ക്, സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളിക്കും, കാതിക രത്ന പുരസ്കാരം ഞെക്കാട് ശശിക്കും, കാതിക ഞെക്കാട് ശശിക്കും, കാതിക പ്രതിഭാ പുരസ്കാരം ശരൺ തമ്പിക്കും, സാംബശിവൻ സാംസ്കാരിക സമിതിയുടെ പ്രതിഭാ പുരസ്കാരം സിനിമാ സംവിധായകൻ AV തമ്പാനും കൊടുക്കാൻ തീരുമാനം. ഇതിൽ ഇദ്ദേഹത്തിന് കരിവെള്ളൂർ മുരളിക്ക് 25,000 രൂപയും ഫലകവും പൊന്നാടയും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂർ KSRTC ജംഗ്ഷനിൽ സ്ഥിരം ട്രാഫിക് ഐലൻഡ് സ്ഥാപിക്കുന്നു.
ആദ്യഘട്ടമായി കുഴൽക്കിണറിന്റെ നിർമ്മാണം തുടങ്ങി. 15 ദിവസത്തിനുള്ളിൽ ഐലൻഡ് പൂർത്തീകരിക്കുമെന്ന് PS സുബാൽ MLA പറഞ്ഞു. റൗണ്ട് അബൌട്ട് മാതൃകയിലാണ് ഐലൻഡ് നിർമ്മിക്കുന്നത്. പുനലൂരിന്റെ അടയാളങ്ങളായ തൂക്കുപാലം, 13 കണ്ണറപ്പാലം, പാലരുവി, കല്ലടയാർ, ശബരിമലയുടെ കവാടം എന്നിവയുടെ മാതൃകകൾ സജ്ജീകരിച്ചുകൊണ്ടാണ് ഐലൻഡ് നിർമ്മിക്കുന്നത്. പാലരുവിയുടെയും കല്ലടയാറിന്റെയും സാന്നിധ്യം ചിത്രീകരിക്കുന്നതിനായി വെള്ളത്തിനു വേണ്ടിയാണ് കുഴൽക്കിണർ കുഴിക്കുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് കൂടി സമാഹരിച്ച ആശയങ്ങൾ അവലോകനം ചെയ്താണ് അന്തിമ രൂപരേഖ തയ്യാറാക്കിയത്. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ഏജൻസിയാണ് രൂപരേഖയും നിർമ്മാണവും. ആകെ 15 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷ. നിർമ്മാണ ചെലവും പരിപാലന ചെലവും സ്ഥാപനങ്ങളുടെ പരസ്യം വഴി കണ്ടെത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഐലൻഡ് നിർമ്മാണത്തിന് 5 വർഷം മുമ്പ് തുടക്കം കുറിച്ചിരുന്നു. ഇതിനായി ഇവിടെ ഉണ്ടായിരുന്ന വൈദ്യുതി തൂണുകൾ 2021 ഡിസംബറിൽ KSRTC ഡിപ്പോയോട് ചേർത്ത് മാറ്റി സ്ഥാപിച്ചു. 2022 ജൂലൈയിൽ കളക്ടർ നിയോഗിച്ചതനുസരിച്ച് നാറ്റ്പാക് അധികൃതർ സ്ഥലം പരിശോധിച്ചു. എന്നാൽ പിന്നീട് നടപടി ഉണ്ടായില്ല. കഴിഞ്ഞ ഡിസംബറിലാണ് പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത്. നഗരസഭയുടെ സഹകരണത്തോടെ MLA ആണ് ഇതിനുള്ള നടപടികൾ ആരംഭിച്ചത്. ദേശീയപാതാ വിഭാഗത്തിന്റെയും മരാമത്ത് വകുപ്പിന്റെയും അനുമതി തേടുകയും വാഹന സാന്ദ്രത കണ്ടെത്താൻ സർവേ നടത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ജീവനക്കാരന് രോഗിയുടെ ആക്രമണം. നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷിന് ആക്രമത്തിൽ പരിക്കേറ്റു. സംഭവത്തിൽ NGO യൂണിയന്റെ പ്രതിഷേധം. വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 പേർ മരിച്ചു. കൊട്ടിയത്ത് നിർത്തിയിട്ട ടാങ്കർ ലോറിയിലേക്ക് കാറിടിച്ചു കയറി 2 മരണം. മാവേലിക്കര ചാരുമൂട്ടിൽ പിക്കപ്പ് വാൻ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്രമിക്കാൻ ഔദ്യോഗിക സംവിധാനങ്ങളെ പ്രധാനമന്ത്രി ഉപയോഗിക്കുകയാണെന്ന് NK പ്രേമചന്ദ്രൻ MP. രാജ്യത്ത് നിലവിലുള്ള ചട്ടങ്ങളും നിയമങ്ങളും കീഴ്വഴക്കങ്ങളും കേന്ദ്ര സർക്കാർ ലംഘിക്കുന്നു. അധികാരം എന്നും നിലനിർത്താനുള്ള BJPയുടെ നീക്കത്തെയാണ് പ്രതിപക്ഷം പരാജയപ്പെടുത്തിയതെന്നും പ്രേമചന്ദ്രൻ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. ഫാർമസിക്ക് സമീപത്തു നിന്നുമാണ് ചെടി കണ്ടെത്തിയത്. ആശുപത്രി പരിസരത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എക്സൈസ് പരിശോധിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.